നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. മന്ത്രിക്ക് നൽകിയ നിവേദനം മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തി. ശാരീരിക വൈകല്യം അനുഭവപ്പെടുന്ന വ്യക്തിയുടെ സ്ഥലം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ചവറ്റുകുന്നിൽ നിന്ന് കണ്ടെത്തുന്നത്. തന്റെ ഭർത്താവിന് വേണ്ടിയാണ് തൃശൂരിലെ വീട്ടമ്മ മന്ത്രി ആർ ബിന്ദുവിന് നിവേദനം നൽകിയത്. ഇങ്ങനെയായിരുന്നു ആ അപേക്ഷ. ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന തന്റെ ഭർത്താവിന് സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നു. സർവീസിന്റെ അവസാന വർഷമാണ്. ദയവ് ചെയ്ത് തന്റെ ഭർത്താവിന്റെ സ്ഥലം മാറ്റം അനുവദിക്കണമെന്നും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു വീട്ടമ്മ മന്ത്രിക്ക് നൽകിയ അപേക്ഷ. എത്രയും വേഗം തന്നെ അത് പരിഹരിക്കാമെന്ന് മന്ത്രി ഉറപ്പും നൽകുകയും ചെയ്തിരുന്നു. ആ അപേക്ഷയാണ് ഇപ്പോൾ വഴിയരികിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയത്. മന്ത്രി പങ്കെടുത്ത പരിപാടിയിലെ മാലിന്യങ്ങളാണ് വഴിയോരത്ത് കിടന്നത്. അതിൽ നിന്നാണ് സ്ഥലം മാറ്റ അപേക്ഷ കാണാനിടയായത്. ശനിയാഴ്ച തൃശൂർ സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ നശാമുക്ത ഭാരത് അഭിയാൻ പരിപാടിയിലാണ് ഇവർ നിവേദനം നൽകിയത്. തൃശൂർ ഇരിങ്ങാലക്കുട സംസ്ഥാന പാതയ്ക്ക് സമീപം തിരുവുള്ളക്കാവ് പാറക്കോവിൽ റോഡരികിൽ തള്ളിയ മാലിന്യത്തിലാണ് മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ അപേക്ഷ ഉണ്ടായിരുന്നത്. റോഡിൽ മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് നാട്ടുകാരാണ് ഇത് അധികൃതരെ അറിയിച്ചത്. പഞ്ചായത്ത് അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യങ്ങളാണെന്ന് മനസ്സിലാകുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ അപേക്ഷ കിട്ടുന്നത്. ഈ അപേക്ഷയോടൊപ്പം ഉണ്ടായിരുന്ന ഫോൺ നമ്പറിൽ അവർ ബന്ധപ്പെട്ടു. അപ്പോഴാണ് വീട്ടമ്മ വിവരങ്ങൾ അറിയിക്കുന്നത്. താൻ തപാൽ വഴി നൽകിയ അപേക്ഷ അല്ലെന്നും നേരിട്ടാണ് മന്ത്രിക്ക് അപേക്ഷ നൽകിയതെന്നും വീട്ടമ്മ അറിയിച്ചു. 2 വർഷമായി തന്റെ ഭർത്താവ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോതമംഗലം മേഖലയിൽ ജോയിന്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുകയാണ്. ശാരീരിക വൈകല്യമുള്ള തന്റെ ഭർത്താവിന്റെ സ്ഥലമാറ്റം നൽകണമെന്ന അപേക്ഷയാണ് വീട്ടമ്മ മന്ത്രിക്ക് നൽകിയത്. എത്രയും പെട്ടെന്ന് തന്നെ കാര്യം പരിഹരിച്ച് നൽകാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും വീട്ടമ്മ അറിയിച്ചു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് അവർ മറുപടി നൽകിയത്. എന്നാലും ഒരിക്കൽ കൂടി അപേക്ഷ വാട്സപ്പ് വഴി അയച്ചു തരാനും അവർ ആവശ്യപ്പെട്ടതായി വീട്ടമ്മ പറയുന്നു. പിന്നീട് കുടുംബം മന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ കൂടി വാട്സപ്പിൽ അപേക്ഷ നൽകുകയും ചെയ്തു. 10,000 രൂപയാണ് മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി പിഴയിട്ടത്. എന്തായാലും എത്രയും വേഗം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞ് നൽകിയ അപേക്ഷ ചവറ്റുകുന്നിയിൽ നിന്നും കണ്ടെത്തുമെന്ന് ഒരിക്കലും ഈ വീട്ടമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.